ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റാജീസ് കിച്ചൺ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മൈസൂർ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ 800 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/3 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടുന്ന മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ, 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് 3 കഷ്ണം പട്ട, 2 ഏലക്ക, 6 കറാമ്പ്, 1 ജാതിപത്രി, 1 സ്റ്റാർ അനൈൻസ് അല്ലെങ്കിൽ തക്കോല, ഇതൊക്കെ ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം കൂട്ടി വെക്കുക, എങ്കിൽ മാത്രമേ ഇത് വേഗം റോസ്റ്റായി കിട്ടുള്ളൂ. ഇനി ഇത് ചെറുതായി റോസ്റ്റ് ആയതിന് ശേഷം ഇതിലേക്ക് ബേ ലീഫ് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള സ്ലൈസായി കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് ചെറുതായി വഴണ്ടതിന് ശേഷം ഇതിലേക്ക് ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേ ടൈമിൽ തന്നെ വേറൊരു പാത്രത്തിൽ ഈ റൈസ് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചൂടാക്കാൻ വെക്കാം. ഞാനതവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചിക്കനിലും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അതുകൂടെ ബാലൻസ് ചെയ്തിട്ട് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഈ സവാള വഴണ്ടി വരുന്ന ടൈം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ടുന്ന പേസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 പിടി മല്ലി ഇല എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 പിടി പുതിന ഇല, 3 പച്ചമുളക്, 2 സ്പൂൺ തൈര്, അതുപോലെ തന്നെ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് ജിഞ്ചർ പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഉപ്പൊന്ന് ബാലൻസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 കഷ്ണം പട്ട, 2 ഏലക്ക, ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായി പേസ്റ്റ് ആക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് ആക്കിയെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, നല്ല ഫൈനായിട്ട് പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതവിടെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് ഗരം മസാല, 1 സ്പൂൺ ചിക്കൻ മസാല, 1 സ്പൂണ് ജീരകപ്പൊടി. ഞാനിവിടെ നല്ല ജീരകമാണ് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ അടുത്ത് ടേസ്റ്റിംഗ് പൗഡർ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് 1/4 സ്പൂണ് ജിഞ്ചർ പേസ്റ്റും 1/4 സ്പൂണ് ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഇവിടെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം.
ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈര് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വലിയ തക്കാളി കട്ട് ചെയ്തത് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി, ലോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിവിടെ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂണ് ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ബസ്മതി റൈസ് വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ബസ്മതി റൈസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ചെയ്യാം. പക്ഷെ ഞാനിവിടെ ജീര റൈസാണ് എടുത്തിട്ടുള്ളത്. 500 ഗ്രാം ജീര റൈസ് ഞാനിവിടെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് റെഡ് ഫുഡ് കളർ 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 3 വിസിൽ വരെ അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ 3 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മൈസൂർ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ എന്നും പറയുന്നത് പോലെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടെ ഇനാബിൾ ചെയ്യാം.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ റെസിപ്പി വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ മറ്റൊരു ദിവസം വേറൊരു രൂപമായി വീണ്ടും കാണാം. ബൈ.